യസ്തിന്ദ്രിയാണി മനസാ നിയമ്യാരഭതേർജുന കർമ്മേന്ദ്രിയൈ കർമ്മയോഗം അസക്ത സ വിശിഷ്യതേ. അല്ലയോ അർജുന, ആസക്തിയില്ലാതെ യാതൊരാളാണോ ഇന്ദ്രിയങ്ങളെ മനസ്സുകൊണ്ട് അടക്കിയിട്ട് കർമ്മേന്ദ്രിയങ്ങളെ കൊണ്ട് കർമ്മയോഗത്തെ ആരംഭിക്കുന്നത്, അയാൾ വിശിഷ്ടനാകുന്നു. രാഗദ്വേഷങ്ങളെ ഉണ്ടാക്കുന്നത് ഇന്ദ്രിയങ്ങളാണ്. അതായത് ചില വിഷയങ്ങളോട് തോന്നുന്ന അതിയായ ആഗ്രഹമാണ് രാഗം. എന്നാൽ ചിലതിനോട് അതിയായ വെറുപ്പും തോന്നുന്നു. ഇതാണ് ദ്വേഷം. ഈ രാഗദ്വേഷങ്ങൾ കർമ്മവാസനകളായി അന്ധകരണത്തിൽ പതിയുന്നു. അപ്പോൾ മനസ്സുകൊണ്ടുള്ള ഇന്ദ്രിയ നിയന്ത്രണം വഴി ഈ കർമ്മവാസനകളെ കുറച്ചു കൊണ്ടുവരാൻ സാധിക്കുന്നു. അതായത് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചുകൊണ്ട് ഫലാസക്തിയില്ലാതെ കർമ്മങ്ങളെ ചെയ്യുക. അപ്പോഴാണ് ഈ വാസനാ മാലിന്യങ്ങൾ ഇല്ലാതാകുന്നത്. ഇപ്രകാരം എല്ലാ ഇന്ദ്രിയങ്ങളെയും മനസ്സുകൊണ്ട് നിയന്ത്രണത്തിൽ വെച്ച് ഫലാകാംക്ഷയില്ലാതെ കർമ്മങ്ങളെ ഈശ്വരബുദ്ധ്യാ അനുഷ്ഠിക്കുകയും ചെയ്യുന്നവൻ വിശിഷ്ടനാകുന്നു. ഇതുതന്നെയാണ് കർമ്മയോഗം. ഇതുവഴി ചിത്തശുദ്ധിയും പിന്നെ ജ്ഞാനവും ലഭിക്കുന്നു.